CPM-നകത്ത് പൊട്ടിത്തെറിയുടെ കാലമാണ്. മാലപ്പടക്കം പോലെ ഏരിയ കമ്മിറ്റി മുതൽ ജില്ലാ കമ്മിറ്റി മുതൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരെ ഈ വിമർശനങ്ങളുടെ പടക്കം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലിരയാവുന്നത് MV ഗോവിന്ദനും പിണറായി വിജയനും മാത്രമല്ല, അവരുടെയൊക്കെ ഒപ്പം നടക്കുന്ന KK രാഗേഷിന് വരെ ഉണ്ട് എന്നുള്ളതാണ്. കണ്ണൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടണമെന്നാണ് അവസാനം തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി പറയുന്നത്. CPM ചിന്ന ഭിന്നമാകാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണല്ലോ സർ? അല്ല, ഇത് CPM-ൻ്റെ മാത്രം ഒരു ദുർഗതി അല്ല. ലോകത്തെവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നിട്ടുണ്ടോ അവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റ് ഭരണം തകരുന്നത് ഇങ്ങനെയാണ്. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ തകർച്ച നമ്മൾ ഈ തരത്തിലാണ് ലോകത്തെവിടെയും കാണുന്നത്. അതിൻ്റെ തകർച്ചയും വളരെ രക്തരൂഷിതമായിട്ട് തന്നെയായിരിക്കും. നേരിട്ട് ചോരപ്പുഴ ഒഴുകിയില്ലെങ്കിലും സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസത്തിൻ്റെ തകർച്ചയോടൊപ്പം കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ വെങ്കല പ്രതിമകളെപ്പോലും വെറുതെ ജനം വിട്ടില്ല. അതേ അവസ്ഥയിലേക്കാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിലെത്തിയിരിക്കുന്നത്. കേരളത്തിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടി ഇത്തരത്തിലായതിനെ വ്യക്തിപരമായിട്ട് പിണറായി വിജയൻ ഉത്തരവാദിയാണ് എന്ന് പറയുന്നത് അത്ര ശരിയായ കാര്യമായിട്ട് എനിക്ക് തോന്നണില്ല. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്മ്യൂണിസത്തിൻ്റെ സ്വാഭാവികമായ ശൈലിയാണത്. ആ ശൈലി ഡെമോക്രാറ്റിക് സെൻട്രലിസമാണ്, ജനാധിപത്യ കേന്ദ്രീകരണത്തിലാണ്. ജനാധിപത്യം ഒരു വ്യക്തിയിലും ഒരു സംഘത്തിലും അധികാരമായി കേന്ദ്രീകരിക്കപ്പെടുന്നതാണ് ഡെമോക്രാറ്റിക് സെൻട്രലിസം. ഡീസെൻട്രലൈസേഷൻ ഇല്ല, സെൻട്രലിസമാണുള്ളത്. ആ ഡീസെൻട്രലൈസേഷൻ ഇല്ലാതെ ഡെമോക്രാറ്റിക് സെൻട്രലിസം വരുമ്പോൾ അത് കേന്ദ്രീകൃതമാണ്, വികേന്ദ്രീകൃതമല്ല. അപ്പോൾ കേന്ദ്രീകൃതമാകുന്ന അധികാരഘടന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ പാർട്ടി ലൈനിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ ബ്ലഡിൽ DNA-യിൽ തന്നെ അന്തർലീനമാണ്. അതിപ്പോൾ ഇപ്പോൾ പിണറായി വിജയൻ ഇരുന്നാലും പിണറായി വിജയൻ്റെ സ്ഥാനത്ത് EK നായനാർ ഇരുന്നാലും VS എല്ലാം ഈ ഏകാധിപത്യ കേന്ദ്രീകരണത്തിൻ്റെ ഭാഗത്തേ വന്നിട്ടുള്ളൂ. അല്ലാതെ അതിനകത്ത് EMS ഇത് തന്നെയായിരുന്നു, ഇവരാരും വ്യത്യാസമില്ല. അച്യുതമേനോൻ ഇത് തന്നെയായിരുന്നു. ഇവരെല്ലാവരും ഒരേ തരത്തിൽ ചിന്തിക്കും, ഒരേ തരത്തിൽ പ്രവർത്തിക്കുന്നവരും ആണ്. കാരണം അത് ആ പാർട്ടിയുടെ സ്ട്രക്ചറാണ്. ആ പാർട്ടിയുടെ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുള്ള ലെനിനാണ്. ലെനിൻ ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടി സ്ട്രക്ചറിൽ ഡെമോക്രാറ്റിക് സെൻട്രലിസം ഉണ്ട്. നിങ്ങൾക്കൊക്കെ എന്ത് വേണമെങ്കിലും പറയാം. അത് പറഞ്ഞു കഴിഞ്ഞാലും പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം അന്തിമമാണ്. പാർട്ടിക്ക് തെറ്റുപറ്റില്ല. ഏത് സന്ദർഭത്തിൽ പാർട്ടി എടുക്കുന്ന തീരുമാനവും ആ സന്ദർഭത്തിൻ്റെ ഏറ്റവും ഉത്തമമായ കാര്യമായിരിക്കും. പാർട്ടിക്ക് തെറ്റുപറ്റില്ല. പാർട്ടിക്ക് തെറ്റ് പറ്റാത്ത ഒരു അന്തരീക്ഷത്തിൽ കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ വരുന്ന എല്ലാവരും ഈ തെറ്റ് പറ്റാത്തവരായിട്ട് മാറും. അവരെല്ലാം ഈ ഇൻഫാലിബിലിറ്റി വരും അവർക്കെല്ലാവർക്കും. അവർക്ക് തെറ്റ് പറ്റിയില്ല, അവർ തെറ്റ് പറ്റാത്തവരായിട്ട് അവർ മാറും. അപ്പോൾ അവർ ചെയ്യുന്നതെല്ലാം ആ സാഹചര്യത്തിൽ ശരിയാണെന്ന് പറയും. ആ സാഹചര്യം മാറിക്കഴിഞ്ഞിട്ടാണ് അത് തെറ്റിപ്പോയതെന്ന് പറയും. അപ്പോൾ എന്തായിരുന്നു വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ നേരെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, അയാളുടെ ഭാര്യയ്ക്ക് ജോലി വാങ്ങിച്ചവനാണ്. അതെ. ഇപ്പോൾ ഇത് മിക്കവാറും ഈ കോൺഗ്രസ് നേതാക്കൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ യുവാക്കളായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ഭാര്യമാർക്കെല്ലാം നിയമവിരുദ്ധമായ മാർഗത്തിലൂടെ ജോലി സമ്പാദിച്ചു കൊടുത്തവരാണ്. നിയമവിരുദ്ധമായ മാർഗത്തിലൂടെ ഡിഗ്രി സമ്പാദിച്ചു കൊടുത്തവരാണ്. നിയമവിരുദ്ധമായ മാർഗത്തിലൂടെ പണം സമ്പാദിക്കുന്നവരുമാണ് പലതരത്തിൽ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, കേന്ദ്രീകൃതമാക്കപ്പെട്ട അധികാരം അത് ദുഷിക്കുകയും കേന്ദ്രീകൃതമായി ദുഷിക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരും ദുഷിക്കും. അതിൽ ഇവരെ ഇപ്പോൾ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞ് പുറത്തു വന്നിട്ടുള്ളവരും അതിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. കമ്മ്യൂണിസം എന്ന് പറയുന്ന സിദ്ധാന്തം, ആ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകൃതമായിരിക്കുന്ന പാർട്ടി ഘടനയിൽ എവിടെയാണ് ഈ പിണറായി വിജയൻ തെറ്റ് ചെയ്യുന്നത്? തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ സ്റ്റാലിൻ്റെ ഭരണത്തിന് മരിച്ചതിന് ശേഷം, സ്റ്റാലിൻ്റെ ഭരണം മാറിയതിന് ശേഷം
ക്രൂഷ്ചേവാണ് ഡീസ്റ്റാലിനൈസേഷൻ ലൈൻ എന്നാണ് അത് പാർട്ടി സർക്കിളിൽ അറിയപ്പെടുന്നത്. ഡീസ്റ്റാലിനൈസേഷൻ ലൈൻ അവതരിപ്പിച്ചത്. അപ്പോൾ സ്റ്റാലിൻ ചെയ്തേക്കുന്ന കുറ്റങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒരാൾ ചോദിച്ചു, അങ്ങ് എന്തുകൊണ്ടാണ് പോളിറ്റ് ബ്യൂറോയിൽ ഇരുന്നപ്പോൾ ഇത് നേരത്തെ പറയാതിരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ക്രൂഷ്ചേവ് ചോദിച്ചു, ആരാണത് പറഞ്ഞതെന്ന് ചോദിച്ചു. ഒരാൾ എഴുന്നേറ്റ് നിന്നില്ല. ഈ കാര്യം കൊണ്ടാണ് ഞാനപ്പോൾ പറയാതിരുന്നതെന്ന് പറഞ്ഞു. അതായത് അതിൽ വിയോജിക്കുന്നവനെ വകവരുത്തുന്ന ഒരു രീതി പാർട്ടി ഘടനയിലുണ്ട്. ലെനിൻ ഉണ്ടാക്കിയ പാർട്ടി ഘടനയിലുണ്ട്. മാനായ ലെനിൻ എന്ന് പറയുമ്പോൾ ഇതുകൂടി ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. ആ മാനായ ലെനിനെ മഹാൻ എന്ന് പറയില്ല, മാനായ ലെനിനെ പറയുള്ളൂ. മഹാനായ ലെനിനെ ഇതുകൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പാർട്ടി ഘടനയിൽ സ്വാഭാവികമായി രൂപപ്പെട്ടു വന്ന ഒരു അധികാര കേന്ദ്രമാണ് പിണറായി. ആ പാർട്ടി ഘടനയിൽ സ്വാഭാവികമായി രൂപപ്പെട്ടു വന്ന കണ്ണൂർ ജില്ലയിലെ ഒരു അധികാര കേന്ദ്രമാണ് രാഗേഷ്. അപ്പോൾ വിയോജിക്കുന്നവരെ വകവരുത്തും, അല്ലെങ്കിൽ അവഗണിക്കും, അല്ലെങ്കിൽ പുറത്താക്കും. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ അവിടെ ഉള്ള എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്, ഒരു കുഞ്ഞികൃഷ്ണനാണ്, വി കുഞ്ഞികൃഷ്ണനും പിന്നെ ഒരു ഗോവിന്ദനും, ടി കെ ഗോവിന്ദനും. ഇവർ പാർട്ടിക്കകത്തുണ്ടായിരുന്നല്ലോ. പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്ന സമയത്ത് ഇവരാരെങ്കിലും ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒരാളും പറഞ്ഞിട്ടില്ല. ഇനി ടി പി ചന്ദ്രശേഖരൻ പാർട്ടിക്കകത്ത് നിന്നിരുന്ന കാലത്ത് കണ്ണൂർ നടന്നേക്കണ കൊലപാതകങ്ങളുണ്ടല്ലോ, ആ കൊലപാതകങ്ങൾ തെറ്റാണെന്ന് ടി പി ചന്ദ്രശേഖരൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇതിനേക്കാൾ വൃത്തികെട്ട രീതിയിലാണല്ലോ കൊന്നിട്ടുള്ളത്. പറഞ്ഞിട്ടില്ലല്ലോ. അമ്മയുടെ മുമ്പിലിട്ട് കൊല്ലുക, അച്ഛൻ്റെ മുമ്പിലിട്ടുക, വീട്ടിൽ നിന്ന് വലിച്ചെടുത്ത് കൊണ്ടുകൊള്ളുക, വെട്ടിക്കൊല്ലുക, കുത്തിക്കൊല്ലുക, പറിച്ചു കീറുക, തല വെട്ടി മാറ്റുക, ഈ പൈശാചികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ ഈ ടി പി ചന്ദ്രശേഖരൻ അത് തെറ്റാണെന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ പാർട്ടിക്കകത്ത് നിൽക്കുന്ന സമയത്ത് ടി പി ചന്ദ്രശേഖരനായാലും ഈ ടി കെ ഗോവിന്ദനായാലും കുഞ്ഞികൃഷ്ണനായാലും എന്തിനെ എം വി രാഘവൻ തലശ്ശേരിയിൽ 18 പേരെ കൊല്ലുന്നതിന് നേതൃത്വം കൊടുത്ത് ഫീൽഡിൽ നിന്ന ആളാണ് എം വി രാഘവൻ. കൊന്നത് തെറ്റാണെന്ന് എം വി രാഘവനോട് എങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവമാണ്. ഇപ്പോൾ ഈ ടി പി ചന്ദ്രശേഖരനെ കൊന്നത് മാത്രം തെറ്റ്, ബാക്കിയുള്ളതൊക്കെ ജയകൃഷ്ണൻ മാഷ വിദ്യാർത്ഥികളുടെ മുന്നിലിട്ട് വെട്ടിക്കൊന്നത് മഹത്തായ കൃത്യം. ടി പി ചന്ദ്രശേഖരനെ കൊന്നത് തെറ്റ്, അത് വേണ്ട. അതാണ് ഇവരുടെ ജനാധിപത്യം എന്ന് പറയുന്നത്. ടി പി ചന്ദ്രശേഖരനെ കൊന്നു കഴിഞ്ഞപ്പോഴേക്കും 51 വെട്ടെ എന്ന് പറഞ്ഞിട്ട് വരെ കിടന്ന് കവികൾ എന്ന് പറയപ്പെടുന്ന കുറേ എണ്ണം കിടന്ന് കരഞ്ഞല്ലോ. അതിനു മുമ്പ് ജയകൃഷ്ണൻ മാഷ വെട്ടിക്കൊന്നപ്പോൾ ഇവരുടെ അണ്ണാക്കി പിരിവെട്ടിയിരുന്ന വല്ലതും പറഞ്ഞു? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ DNA ഒരു അധികാര രൂപമാണ് ആര്? പിണറായി. അതിൻ്റെ ചെറിയ രൂപമാണ് രാഗേഷ്. അതുകൊണ്ട് തന്നെ കേന്ദ്രീകൃതമാക്കപ്പെടുന്ന ഈ ഡെമോക്രാറ്റിക് സെൻട്രലിസം അതിൽ തന്നെ അന്തർലീനമായിരിക്കുന്ന വൈരുദ്ധ്യം കൊണ്ട് തകർന്നു പോകും. ഉപ്പുവച്ച കലം പോലെ തകരും. ലോകത്തെല്ലായിടത്തും അതല്ലേ. ബംഗാളിൽ തകർന്നിട്ട് പിന്നെ പച്ച പിടിക്കുന്നില്ല. ഇപ്പോൾ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രി CP ജോണാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. CP ജോണും വർഗസമരമാണ് പറയുന്നത്. ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണെന്നാണ് പറയുന്നത്. അല്ല, ബദൽ രേഖയുടെ ഭാഗമായിരുന്നല്ലോ പണ്ട്. അത് എം വി രാഘവൻ്റെ കൂടെ പോയി എം വി രാഘവൻ്റെ ഒരു പാർട്ടി ഉണ്ടാക്കി. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ഒരു പാർട്ടിയാണോ? CP ജോണിൻ്റെയൊക്കെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയാണോ? അല്ലല്ലോ. ഒരു ക്ലബ്ബ് പോലത്തെ ഒരു സംവിധാനമല്ലേ. ഇത് കൊണ്ടുവരുന്ന പ്രയോജനമുണ്ട്. അത് തന്നെ. ഇവരിതുകൊണ്ടാണല്ലോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പണിയെടുത്തല്ലോ കഴിയുന്നത്. പാർട്ടി പണിയാക്കി കരുതിയിട്ട് പാർട്ടിയിലൂടെ വരുമാനം ഉണ്ടാക്കി സുഖമായിട്ട് ജീവിച്ചിരിക്കുന്ന ഒരു രീതിയാണല്ലോ ഇവരൊക്കെ അവലംബിക്കുന്നത്. അതുകൊണ്ട് പിണറായി വിജയൻ മാത്രമാണ് ഈ തകർച്ചയ്ക്ക് ഉത്തരവാദിത്യം എന്നല്ല,
മാർക്സിസ്റ്റ് പാർട്ടി എന്ന പാർട്ടി ഘടകത്തിൽ, ആ പാർട്ടിയുടെ സ്ട്രക്ചറിൽ, അതിൻ്റെ DNA-യിൽ ഈ തകർച്ച അന്തർലീനമാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രിയൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് തകരുക തന്നെ ചെയ്യും. തകർന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരവും സാധ്യമല്ല. ലോകത്തൊരിടത്തും വന്നിട്ടില്ല. വരാൻ സാധ്യമല്ല അത്. ഇനിയിപ്പോൾ ബേബി അവിടെ കൽക്കട്ടയിൽ പോയിട്ടുണ്ട് പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഉണ്ടാക്കട്ടെ. ഉണ്ടാവുമോ? ഏ ഉണ്ടായി വരുമോ അത്? പിന്നെ അത് ഒന്നാമത് ബേബി പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്താർക്കും മനസ്സിലാകില്ല. പിന്നെ എങ്ങനെയാണ് പാർട്ടി ഉണ്ടാകുന്നത്? ബേബിക്ക് തന്നെ മനസ്സിലാവില്ല എന്താ പറയുന്നത്.